ഹായ് ഫ്രണ്ട്സ്, വളരെ രുചികരമായ ഒരു ഇഡ്ഡലി, അതും കൊല്ലം സ്റ്റൈൽ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്നും ഒരു നുള്ള് ഉലുവയും ചേർത്ത് നന്നായി കഴുകി കുതിർത്തി വെക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെ വളരെ പ്രസിദ്ധമായ E=mc² എന്ന പോലെ ഇഡ്ഡലിക്കും ഒരു സൂത്രവാക്യമുണ്ട്. 10, 4, 8. രാവിലെ 10 മണിക്ക് അരിയും ഉഴുന്നും കുതിർത്ത് 4 മണിക്ക് അരച്ച് പുളിപ്പിച്ച് പിറ്റേ ദിവസം 8 മണിക്ക് വേവിച്ചെടുക്കണം. ഉഴുന്നരയ്ക്കുമ്പോൾ തണുത്ത വെള്ളം ഉപയോഗിക്കണം. കാരണം മിക്സി അരയുന്ന ചൂട് കൊണ്ട് മാവ് പുളിക്കാനുള്ള ബാക്ടീരിയ നശിച്ചു പോകാതിരിക്കാനാണ് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത്. കുതിർത്തി വെച്ചിരിക്കുന്ന അരിയും ഉഴുന്നും കുറച്ച് ചോറും ചേർത്ത് അരച്ചെടുക്കാം. ചോറില്ലെങ്കിൽ കുറച്ച് കുതിർത്ത അവില് ചേർക്കാം. ഇനിയാണ് കൊല്ലം ഇഡ്ഡലിയുടെ പ്രത്യേകത. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കൊല്ലത്തെ ഇഡ്ഡലിയുടെ പ്രത്യേകത അത് പുഴുങ്ങിയെടുക്കുന്നത് പൂപ്പരുത്തി ഇലയിലാണ്. പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചന്ദ്രൂർ അറിയപ്പെടുന്നത് പൂപ്പരുത്തി എന്നാണ്. ഇതിന് പൂവരശ്, ശീലാന്തി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിൽ വളരെ സുലഭമാണ്. പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ ഇലയിൽ നല്ലെണ്ണയോ നല്ല വെളിച്ചെണ്ണയോ തടവി മാവൊഴിച്ച് നന്നായി പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. കഴിച്ച് തന്നെ നോക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് സാമ്പാറും ഉണ്ടെങ്കിൽ ആഹാ അന്തസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഒരുപാട് സ്നേഹത്തോടെ ഷെഫിൻ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു ഓൾ.